എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സ്പോട്ട് അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ അപേക്ഷ നാളെ അവസാനിക്കും. ഇത് അവസാന അവസരമാണ്. ഇനിയൊരവസരം ഉണ്ടായിരിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവരത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 സ്പോട്ട് അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ അപേക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ആരംഭിച്ചത്. എന്തായാലും അപേക്ഷ നാളെ വൈകുന്നേരം 4 മണിയോടെ അവസാനിക്കുകയാണ്. സ്പോട്ട് അഡ്മിഷന് ഇതുവരെ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നും ഉള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാലും നമ്മൾ പറയാം, മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാം. ഒന്നുകൂടെ പറയാം, മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്കും കഴിയാതിരുന്നവർക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാം. എന്നാൽ മറ്റേതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ടും ഈ ഒരു സ്കൂളിലും ഒരു കോഴ്സിലും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാം. ഇനി മറ്റേതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. അതായത് സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ പ്രൈവറ്റായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കിതിന് അഡ്മിഷൻ സമീപിക്കണം. അൺഎയ്ഡഡ് കോട്ട, അതും പ്രൈവറ്റ് കോട്ട തന്നെയാണ്. ഈ 4 കോട്ടകൾ, സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട. സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൈവറ്റിൽ അഡ്മിഷൻ എടുത്തു. കാരണം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ കിട്ടാതെ വന്നപ്പോൾ നല്ല ടെൻഷനായി. അതുകൊണ്ട് പ്രൈവറ്റിൽ പോയി എടുത്തു. ഇനി എന്ത് ചെയ്യാൻ പറ്റുമോ, ഗവൺമെൻറ്റിലേക്ക് കയറാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റൊരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. എന്താണ്? ഈ പ്രൈവറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളോട് എനിക്ക് ഒറ്റ കാര്യമുണ്ട്. പ്രൈവറ്റ് സീറ്റുകൾ എപ്പോഴും അവിടെ ഒഴിഞ്ഞു കിടക്കും. എല്ലാ വിദ്യാർത്ഥികളും ആദ്യം ഗവൺമെൻറ്റിലേക്കാണ് ശ്രമിക്കുന്നത്. +1 50,000 മേലെ സീറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ടാ? കേരളത്തിലെ അൺഎയ്ഡഡ് കോട്ടയിൽ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിഞ്ഞു കിടപ്പുണ്ട്. അൺഎയ്ഡഡ് കോട്ടയിൽ, അതായത് പ്രൈവറ്റ് അഡ്മിഷനായിട്ട് ഈ കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? 50,000 പരം സീറ്റുകൾ, 50,000 മേലെ സീറ്റുകൾ കേരളത്തിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ, ഏത് വീഡിയോ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ പ്രൈവറ്റ് അഡ്മിഷൻ എടുത്തോ, പക്ഷേ ഗവൺമെൻറ്റിൽ കിട്ടുന്നുണ്ടോ നോക്കിയതിന് ശേഷം എടുക്കുക. കാരണം പ്രൈവറ്റിൽ നിങ്ങൾ നല്ല പൈസ മുടക്കേണ്ടി വരും. ഗവൺമെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഫീ മാത്രമേ മുടക്കേണ്ടി വരുള്ളൂ. അതും വിത്തിൻ 1000 അല്ലെങ്കിൽ 1500, അതിലപ്പുറം എന്ത് ചെയ്യില്ല, പോകില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 2000 റുപ്പീസ്, only 2000 അല്ലെങ്കിൽ 2000 റുപ്പീസ്, അതിനപ്പുറം നിങ്ങൾക്ക് പോകുകയില്ല. പിന്നെ നിങ്ങൾ പരീക്ഷ ഫീസ് മാത്രം അടച്ചുകൊണ്ട് പഠിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി സ്പോട്ട് അഡ്മിഷനിലും നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് അഡ്മിഷൻ എടുത്തു, ഇനി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാൻ പറ്റുമോ? അന്നേരം എനിക്ക് ആ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമായിരുന്നു, ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം
മറ്റേതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇതിനെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് അൺഎയ്ഡഡ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളാണ്. പ്രൈവറ്റ് അഡ്മിഷനായിട്ട് നിങ്ങൾ എടുത്തപ്പോൾ പൈസ മുടക്കി നിങ്ങൾ പ്രൈവറ്റ് സീറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ അൺഎയ്ഡഡ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അപേക്ഷ നൽകാൻ സാധിക്കില്ല. വളരെ സങ്കടത്തോടെയും വളരെ വിഷമത്തോടെയാണ് ഞാൻ പറഞ്ഞത്, പ്രിയ വിദ്യാർത്ഥിനികളെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല പ്രൈവറ്റ് അഡ്മിഷൻ എടുത്തവർക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞതാണ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയില്ല. ആ വിദ്യാർത്ഥി എന്ത് ചെയ്തു, ഭയങ്കര സങ്കടമായിരുന്നു, അഡ്മിഷൻ കിട്ടുമെന്ന് പേടിച്ച് പെട്ടെന്ന് പോയി പ്രൈവറ്റായിട്ട് ചേർന്നു. ഞാൻ ആ വിദ്യാർത്ഥിയോട് പറഞ്ഞൊരു കാര്യമാണ് എന്തെന്ന്, നീ സ്പോട്ട് അഡ്മിഷനും കൂടെ നോക്ക്. ആ വിദ്യാർത്ഥിയോട് മാത്രമല്ല, ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞായിരുന്നു, പ്രൈവറ്റ് സീറ്റ് എപ്പോൾ ചെന്നാലും കിട്ടും. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നൊരു ഡേറ്റ് ഉണ്ട്. കാരണം അഡ്മിഷൻ ഓഗസ്റ്റ് അവസാനത്തോടു കൂടി, ഓഗസ്റ്റ് 30 കൂടിയൊക്കെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവസാനത്തോടൊക്കെ കൂടി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയുള്ളൂ. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റിൽ അഡ്മിഷൻ ചെയ്യാം. ഗവൺമെൻറ്റിൻ്റെ സ്പോട്ട് അഡ്മിഷനോട് കൂടി എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളെല്ലാം അവസാനിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. രജിസ്ട്രേഷൻ ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ്റെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അഡ്മിഷൻ ഷെഡ്യൂൾ അതിനകത്ത് ലഭ്യമാണ്. ഷെഡ്യൂൾ കിട്ടും, അല്ലെങ്കിൽ അഡ്മിഷൻ ഷെഡ്യൂൾ. ആ ഷെഡ്യൂൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യും, ഇപ്പോൾ നിങ്ങൾ +1 അഡ്മിഷൻ്റെ കാര്യത്തിന് പോയാലും ഡിഗ്രി അഡ്മിഷൻ്റെ കാര്യത്തിന് പോയാലും നിങ്ങൾ നോക്കുമ്പോൾ അലോട്ട്മെൻറ്റുകളൊക്കെ ചിലപ്പോൾ 1 മാസം മുമ്പേ തീരും. പക്ഷേ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ്റെ സ്പോട്ട് അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? 23-ാം തീയതി, ജൂലൈ 23. ആ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള അഡ്മിഷൻ മാത്രമേ നടക്കുകയുള്ളൂ. പുറമേ നിന്നൊരു വിദ്യാർത്ഥിക്ക് ഇനി ഒരു അലോട്ട്മെൻറ്റ് ഇല്ല. പക്ഷേ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എത്രയാണ്, ഓഗസ്റ്റ് 24. ഓഗസ്റ്റ് 24. ഇന്നെത്രയാണ് ആയതുള്ളൂ. സ്പോട്ട് അഡ്മിഷന് ശേഷം മറ്റൊരു അഡ്മിഷൻ എന്തില്ല, ഒരു യൂണിവേഴ്സിറ്റികളിലായിക്കോട്ടെ, +1 ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, ഏത് അഡ്മിഷൻ ആയിക്കോട്ടെ, സ്പോട്ട് അഡ്മിഷന് ശേഷം മറ്റൊരു അലോട്ട്മെൻറ്റ് ഇല്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഗവൺമെൻറ്റിൻ്റെ സ്പോട്ട് അഡ്മിഷൻ കഴിഞ്ഞു. പക്ഷേ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്നല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 24 ഓഗസ്റ്റാണ്. എന്തുകൊണ്ട് 23-ാം തീയതി സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു, ജൂലൈ 23. 30 ദിവസവും 31 ദിവസം പ്ലസ് 5-6 ദിവസം കൊണ്ട് വേണം അഡ്മിഷൻ ക്ലോസ് ചെയ്ത് അവർക്ക് പോവാം. പക്ഷെ എന്തിനാണ് വെച്ചിരിക്കുന്നത്, 1 മാസം തുറന്ന് വെച്ചിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥി, അതായത് ഇപ്പോൾ ഈ മറ്റേതെങ്കിലും പ്രൈവറ്റിലൊക്കെ പ്രവേശനം നേടണമെങ്കിൽ നിങ്ങൾക്ക് നേടാം, അതിന് വേണ്ടിയാണ്. അതായത് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞതാണ്, പ്രൈവറ്റിൽ അഡ്മിഷൻ എടുക്കാൻ ആരും തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റിന് മുമ്പ് ചെന്നാൽ മതി. നിങ്ങൾക്ക് HF ക്യാപ്പിൻ്റെ സൈഡിൽ അഡ്മിഷൻ ഷെഡ്യൂൾ ലഭ്യമാണ്. ഇനിയിപ്പോൾ സ്പോട്ട് അഡ്മിഷൻ അപേക്ഷ സമർപ്പിക്കുന്നതിനൊപ്പം തന്നെ പ്രൈവറ്റിൽ അഡ്മിഷൻ എടുക്കാനിരിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, നിനക്ക് ഗവൺമെൻറ്റിലാണ് നിനക്ക് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ നീ സ്പോട്ട് അഡ്മിഷൻ കഴിഞ്ഞിട്ട് പോയി എടുത്താൽ മതി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നീ ഇപ്പോൾ പ്രൈവറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് സ്പോട്ടിൽ കൊടുക്കാൻ പറ്റില്ല. പ്രൈവറ്റ് അഡ്മിഷൻ എടുത്താൽ സ്പോട്ടിൽ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അത് മാറിപ്പോയതാണ് കേട്ടോ. പ്രൈവറ്റ് എടുത്തവർക്കൊന്നും സ്പോട്ടിൽ കൊടുക്കാൻ പറ്റില്ല. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്പോട്ടിലും കിട്ടിയില്ല, നിങ്ങൾ പോയി പ്രൈവറ്റ് എടുത്തോ. അവസാന ശ്രമമായിരുന്നു, അതും കിട്ടിയില്ലെങ്കിൽ സ്പോട്ടിൽ അഡ്മിഷൻ പോയി എടുത്തോ. എന്തായാലും എൻ്റെ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.